ഹായ് ഗായ്സ്, അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ആദ്യത്തെ സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റുഡിയോയിൽ പർച്ചേസിന് വന്നപ്പോൾ ഈ ഒരു ഷൂ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ചേച്ചി കുറച്ച് ക്യാഷ് അയച്ചു തന്നിട്ട് നല്ലൊരു ഷൂ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ നമ്മുടെ പാലക്കാട് സ്റ്റുഡിയോയിൽ വന്നു. എനിക്ക് നല്ല കംഫർട്ടായിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. മൈ ഫേവറേറ്റ് ഷൂ. ഇത് മാത്രമല്ല, എൻ്റെ ഫേവറേറ്റ് പേഴ്സണായ എൻ്റെ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ഷൂ ആണ്. സോ ഇത് നല്ലൊരു മെമ്മറബിൾ മൂമെൻ്റ് ആയിരിക്കും എനിക്കിത്. ഞാൻ കൂടെ എൻ്റെ ഫ്രണ്ടായ ബൈജോട്ടിനെയാണ് കൂട്ടിയത്. ആൾ കുറച്ച് ഇൻട്രോവേർട്ടാണ്, ക്യാമറയിലൊക്കെ വരാൻ കുറച്ച് ഷൈ ആണ് കേട്ടോ ആൾക്ക്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഈ നടന്നു വരുന്നതിന് പറ്റിയൊരു BGM ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സ്റ്റുഡിയോന്ന് പർച്ചേസ് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ അനിയനെ കണ്ടത്. സോ അവനെയും വിളിച്ചിട്ട് നമ്മളൊരു കോഫി കുടിക്കാൻ പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടാ. അങ്ങനെ നല്ല ചൂട് കോഫിയും പരിപ്പുവടയും അതിന് പറ്റിയ ചട്നിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കോഫിയാണ് കേട്ടോ. അപ്പൊ കോഫി ലവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. പരിപ്പുവടയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ മേടിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് വേറൊരു സ്പെഷ്യൽ ഡേ കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ കാന്താര 2ന്റെ റിലീസിങ് ഡേറ്റ് ആണ്. അപ്പോൾ പാലക്കാടൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, തിയേറ്ററിലൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം പടങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ് അഭിപ്രായം. എനിക്കും പോകാനാണ്. പാലക്കാട് ഇപ്പോൾ മഴയോട് മഴയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ള ബേക്കറിയിൽ കയറിയിട്ട് കോഫി, ചിക്കൻ കട്ട്ലേറ്റ്, ആഹാ അന്തസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിക്കൻ കട്ട്ലേറ്റും സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയണമെന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അങ്ങനെ ചിക്കൻ കടയിൽ എത്തിയിട്ട് ഒരു 3 കിലോ ചിക്കൻ വേണം പറഞ്ഞിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിക്കന് 125 രൂപയാണ് കേട്ടോ കിലോയ്ക്ക് റേറ്റ് വരുന്നത്. നിങ്ങളുടെ അവിടെ എത്ര രൂപയാണെന്നുള്ളത് കമൻറ്റിൽ കമൻറ്റ് ചെയ്യും. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന കിടപ്പ് കണ്ട ഇളയപ്പ എന്ന് പറയുന്ന പോലെയാണ് എഗ്ഗ് അവിടെ കിടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം 3 മണിയായിട്ടാ. അങ്ങനെ നമ്മുടെ പാർസലൊക്കെ സെറ്റായിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. വീടെത്തിയത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ. വേറൊന്നുമല്ല, കഴിഞ്ഞ മാസം ഫാസ്റ്റ് ട്രാക്കിൽ നിന്ന് ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മറക്കാതെ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്താണ് കേട്ടോ. സംഭവം എനിക്ക് ഹാപ്പിയായി. അവരെങ്കിലും ഒന്ന് വിഷ് ചെയ്തല്ലോ. അങ്ങനെ അടുത്തത് അച്ഛനൊരു പണി കൊടുത്തു. കൊണ്ടുവന്ന ചിക്കനൊക്കെ അച്ഛനെ കൊണ്ട് കഴുകാൻ പറഞ്ഞു. അമ്മ സൈഡ് ഗ്യാപ്പിൽ എസ്കേപ്പ് ആയിട്ടാ. കാരണം അമ്മയ്ക്ക് ഇന്ന് വർക്കുണ്ട്, വൈകുന്നേരം ആകും വരാൻ. സോ അച്ഛനാണ് ട്രാപ്പായി പോയത്. അങ്ങനെ ഇപ്പം അച്ഛൻ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിക്ക് ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഇതൊക്കെ കറിയായിട്ട് വരുമ്പോഴുള്ളൊരു ടേസ്റ്റ് എൻ്റെ സാറേ വൈബായിരിക്കും. എന്നെപ്പോലെ കുറേ കുട്ടികൾക്ക് ചിക്കൻ കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ, പക്ഷെ അത് കുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യാൻ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ബർത്ത്ഡേ സെലിബ്രേഷനും ബാക്കി വീഡിയോസൊക്കെ ഓൺ ദി വേ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്